ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. നമ്മുടെ SCRT സീരീസുകളുടെ ഒരു എൻഡ് ഏരിയയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഏരിയയാണ്. ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. സിലബസിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിന് മുന്നേ നമ്മൾ രണ്ട് കാർഷിക വിളകളെ പറ്റിയിട്ടും അതുപോലെ ധാതുക്കളെ പറ്റിയിട്ടും കൂടെ ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ ഹരിത വിപ്ലവം ആദ്യം എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ കുറച്ച് ബ്രോഡായിട്ടുള്ള ടോപ്പിക്കൊന്നും അല്ല, പക്ഷേ ഇതിൻ്റെ SCRTയിൽ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഫാക്ച്വലായിട്ട് പറയുന്നുണ്ട്. എൻ്റെ റെലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ഏരിയയ്ക്കുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് SCRTയിൽ നിന്നും കൂടെ നമ്മൾ ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹരിത വിപ്ലവം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇന്ത്യയുടെ ആ ഒരു വ്യവസ്ഥിതിക്ക് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാക്കേണ്ടത് ഭക്ഷ്യ മേഖല എന്ന് പറയുന്നത് മുരടിച്ചു പോയിരുന്നു എന്നാണ് നമ്മൾ ആദ്യം മുതലേ പഠിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള കാരണം ബ്രിട്ടീഷുകാർ എപ്പോഴും നാണ്യവിളകളോടായിരുന്നു കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. ഭക്ഷ്യവിളകൾ നിർത്തി നാണ്യവിളകളിൽ നിന്നും കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് എല്ലാ കാലത്തും ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഭക്ഷ്യ സ്വയം പര്യാപ്തമാവാമായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എല്ലാ ആളുകളും, ഭൂരിഭാഗം വരുന്ന ആളുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എന്തിലായിരുന്നു? ഈ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയിലായിരുന്നു. അവിടെ നിന്നും ഈ പറയുന്ന ആളുകളെ മാറ്റുകയും ഈ പറയുന്ന നാണ്യവിളകളിലേക്കൊക്കെ മാറ്റുകയും ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം ഇന്ത്യ നേരിടേണ്ടി വന്നു. ഒരുപാട് കാലയളവിലായിട്ട് ഒരുപാട് ക്ഷാമങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ, ഇപ്പോൾ ബംഗാളിലൊക്കെ ഉണ്ടായിട്ടുള്ള ക്ഷാമങ്ങൾ 18-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ ക്ഷാമം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇതുപോലത്തെ ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലൊക്കെ 1 കോടിയിലധികം ആളുകൾ ഇതിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അധികം ഇൻറ്റൻസ് ആയിരുന്നു ഈ ഭക്ഷ്യക്ഷാമം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടും ഒരുപാട് ആളുകൾ അപ്പോഴും അഗ്രികൾച്ചറെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്നിട്ടും ഇന്ത്യക്ക് ഈ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാനായിട്ടില്ല എന്നതായിരുന്നു പ്രധാനമായിട്ടും ഈ ഹരിത വിപ്ലവത്തിലേക്ക് ഇന്ത്യയെ നയിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. ഭൂനികുതി സമ്പ്രദായവും ഈ പറയുന്ന നാണ്യവിളകളിലേക്ക് മാറ്റങ്ങളൊക്കെ പ്രധാനമായിട്ടും കടബാധ്യതകൾ ഉണ്ടാക്കുകയും കൂടാതെ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കാനായിട്ടും കാരണമായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കാർഷിക മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപ്പാദനക്ഷമത കുറയുന്നതിന് കാരണമായി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അപ്പോൾ എന്തായിരുന്നു, കർഷകർ കൂടുതൽ ആളുകളും അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്തായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം? കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി അപ്പോഴും ഉണ്ടായിരുന്നു. ആളുകൾ ഉപയോഗിക്കുന്ന ടെക്നോളജി വളരെ പഴയതായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്യണമെന്ന് ആളുകളോട് പറയും, അല്ലെങ്കിൽ നാണ്യവിളകളിലാണെങ്കിൽ പോലും അവർക്ക് വേണ്ട രീതിയിലുള്ള അപ്ഡേഷൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇതൊക്കെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാം, കുറഞ്ഞ ഏരിയയിൽ നിന്ന് എങ്ങനെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അപ്പോൾ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് ഒന്നും നടത്തിയിരുന്നിട്ടില്ല. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂൾസും കൊടുത്തിരുന്നില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ത് ചെയ്തിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും പിന്നീടുള്ള കാലഘട്ടത്തിലും ഇത് തന്നെയാണ് കുറേ നാളും തുടർന്ന് പോന്നിരുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കൊണ്ട് ഈ കാർഷിക ഉൽപ്പാദനക്ഷമത കുറയുന്നതിനാണ് കാരണമായത്. ഇത്രയും ആളുകൾ അപ്പോഴും ഈ പറയുന്ന അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ മേഖലകളിൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ 10 പേര് ചെയ്യേണ്ട ജോലി 20 പേര് ചെയ്യുകയാണ്, എന്നിട്ടും 20 പേരുടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു മേഖലയിൽ എന്ത് ചെയ്തിരുന്നു? ഇവർ ഉപയോഗിക്കുന്ന ടൂൾസിൻ്റെയും ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഒക്കെ ഉപയോഗത്തിൻ്റെ കുറവ്, എന്ത് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തത ഇല്ലായ്മയൊക്കെ എന്താണ് കൂടുതലായിട്ടും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയാണ് ചെയ്തത്. അടുത്തായിട്ട് സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വന്നു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ 2 രീതിയിലൂടെയാണ് നമ്മളിത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഒന്നായിരുന്നു ഭൂപരിഷ്കരണം നടത്തുക, 2ആയിരുന്നു ഹരിത വിപ്ലവം നടത്തുക. ഇപ്പോൾ 2 കാര്യങ്ങളിലൂടെ ഇന്ത്യ ഇത് മറികടക്കാനായിട്ട് ശ്രമിച്ചു. ഒന്ന് എന്താണ്, ആളുകൾ ജന്മിത്വ വ്യവസ്ഥ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഭൂമികളും ഓരോ ആൾക്കാരുടെ കയ്യിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. കൂടാതെ ഈ പറയുന്ന ഭൂമി ആളുകൾക്ക് പതിച്ചു കൊടുക്കാതെ, ഒരു ഉടമസ്ഥാവകാശം കിട്ടാതെ അവരതിൽ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ എഫക്റ്റീവായിട്ട് പണിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് പരിഹരിക്കാനും എല്ലാവരെയും ഉടമകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടും ഭൂപരിഷ്കരണം നടപ്പിലാക്കുകയും കൂടാതെ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഹരിത വിപ്ലവം നടപ്പിലാക്കുകയാണ് പിന്നീട് ചെയ്തത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ ലാൻഡ് റിഫോംസിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിൻ്റെ കാര്യമാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് ഏറ്റെടുത്ത് ഭൂമി ഇല്ലാത്ത കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഈ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയത് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്.
ഒരാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. അതിന് നമ്മൾ പറയുന്നതാണ് ലാൻഡ് സീലിംഗ് ലിമിറ്റ് വെക്കുക എന്ന് പറയുന്നത്. സീലിംഗ് ലിമിറ്റ് വെച്ചു. ഈ സീലിംഗ് ലിമിറ്റ് വെച്ചതിന് ശേഷം അതിൽ കൂടുതൽ ഭൂമി അയാൾക്ക് കൈവശം വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിന് ചില എക്സംഷൻസ് കൊടുത്തിരുന്നു. ഈ പരിധിക്ക് മുകളിലുള്ള ഭൂമി എന്താ ചെയ്തത്? ഈ ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ് അത് ഏറ്റെടുത്തു. മിച്ച ഭൂമിയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഗവൺമെൻറ് അത് ഏറ്റെടുത്തു. ഭൂമി ഇല്ലാത്ത കർഷകർക്കും കുടിയാന്മാർക്കും ഇത് വിതരണം ചെയ്തു. അപ്പോൾ അധികമായിട്ട് വന്ന ഭൂമി ആദ്യം ഒരു ലാൻഡ് സീലിംഗ് ലിമിറ്റ് വെച്ചു. ലിമിറ്റിന് മുകളിലുള്ള ഭൂമി ഗവൺമെൻറ് പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത ഭൂമി എന്ത് ചെയ്തു? ബാക്കിയുള്ള ആളുകൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയാണ് അന്ന് ചെയ്തിരുന്നത്. ഇതിനാണ് നമ്മൾ ലാൻഡ് റിഫോംസ് എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി നടപ്പിലാക്കിയത് എന്തായിരുന്നു? അല്ല, ആദ്യം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് അർത്ഥപൂർണമായ കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഈ നമ്മൾ ലാൻഡ് റിഫോംസിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ലാൻഡ് റിഫോംസ് വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയ 2 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊന്ന് പശ്ചിമ ബംഗാളും ഒന്ന് കേരളമായിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തതായിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയായിരുന്നു ഹരിത വിപ്ലവം. രണ്ടാമത്തെ കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ ലാൻഡ് പിടിച്ചെടുത്ത് ലാൻഡ് റിഫോംസ് നടപ്പിലാക്കി ആളുകൾക്ക് വിതരണം ചെയ്തു. ഇത് കേരളവും പശ്ചിമ ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്തു. ഇതിനുശേഷം പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നുള്ളൊരു ക്രൈസിസ് പിന്നീട് വരികയാണ്. കാരണം ഭക്ഷ്യക്ഷാമം അപ്പോഴും ഉണ്ടാവുകയാണ്, ഉൽപ്പാദനക്ഷമത കുറയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ നടപ്പിലാക്കിയതാണ് ഹരിത വിപ്ലവം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിച്ച പദ്ധതിയായിരുന്നു ഹരിത വിപ്ലവം. പ്രധാനമായിട്ടും എത്ര വളം കൊടുക്കണം, അപ്പം എത്ര നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് കൊണ്ടുവന്നു? ഈ HYV ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ കൊണ്ടുവന്നു. HYV കൊണ്ടുവന്നപ്പോൾ ഇതിന് കൂടുതലായിട്ട് വെള്ളം വേണമായിരുന്നു, കൂടുതലായിട്ട് വളങ്ങൾ വേണമായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ മുടക്കേണ്ടി വരും. ഇതൊക്കെ മുടക്കിക്കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ബാക്കി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ആലോചിക്കുക, ഹരിത വിപ്ലവം നടപ്പിലാക്കുമ്പോൾ ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരുന്നു. ഭൂഗർഭജലത്തിനെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്തിരുന്നു? യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം ഇത് ഒരുപാട് വെള്ളം ആവശ്യമായിട്ടുള്ള ഈൽഡ് വെറൈറ്റി സീഡുകളായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. എന്നാൽ ഇതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റി? കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഹരിത വിപ്ലവത്തിലൂടെ നമുക്ക് നേടാനായി. ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാനായി എന്നുള്ള ഫാക്ടർ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയ ഒന്നെന്ന് പറയുന്നത് ഗോതമ്പാണ്. അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു സ്റ്റാമ്പ് ഇറക്കിയ ഒരു കഥയുണ്ട്. ആ കഥ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പ് ഇറക്കുന്ന സമയത്ത് ഇത് ഗോതമ്പിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റിയത് ഈ ഗോതമ്പിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ കറണ്ട് അഫെയർ പരമായിട്ടും ഈ ഹരിത വിപ്ലവമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് MS സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. ഇപ്പോൾ ഈ സ്ഥലമൊക്കെ ഓർത്തിരിക്കേണ്ട റെലവൻസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കറണ്ട് അഫെയർ, അതായത് റീസെൻ്റ്ലി മരിച്ചുപോയ വ്യക്തികളുടെയും പറയുന്ന പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അവാർഡുകളൊക്കെ കിട്ടിയ വ്യക്തികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരാളാണ് MS സ്വാമിനാഥൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുക, 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം നടത്തി. ലോകത്തിലെ തന്നെ ഹരിത വിപ്ലവം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ആര്? നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത്. ഇദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഈ 70% ആളുകളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടും ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അന്വേഷിച്ച് ഇദ്ദേഹം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹരിത വിപ്ലവം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൽഫലമായി ഉൽപ്പാദനം മുൻ വർഷങ്ങളെക്കാൾ 5 മടങ്ങ് കണ്ട് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃപരമായി പങ്കുവച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്ന എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനവും മരണവും തമിഴ്നാട്ടിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയിൽ 70% ആളുകളും കൃഷിയിൽ ഏർപ്പെടുന്നുണ്ട്, എന്നിട്ടും ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ആവുന്നില്ല. ഇനി ഒരു ബെഗ്ഗിംഗ് ബോൾ എന്ന് നമ്മൾ വിളിക്കുക. എന്താണ് കാരണം?
ഇന്ത്യ അപ്പോഴും അമേരിക്കയുടെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രൊഡക്ട്സ് വാങ്ങുകയാണ്. നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങാനായിട്ട് നിർബന്ധിതമായിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്ക ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കി ഇന്ത്യക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് തരികയായിരുന്നു അമേരിക്ക ചെയ്തിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിധേയമായിട്ട് നിൽക്കേണ്ടതായിട്ട് വന്നിരുന്നു. കാരണം ഈ ഒരു ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്ഷാമം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചില പദ്ധതികളിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അമേരിക്കയായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ ഒരു സോവറിനിറ്റി പ്രകടമാക്കാനായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ വന്നിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ത്യ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നുള്ള വലിയ ലക്ഷ്യമായിട്ട് അവശേഷിച്ചിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്, നമ്മൾ പറയുന്നത് MS സ്വാമിനാഥൻ. ഇദ്ദേഹം നോർമൻ ബോർലോഗുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കി, ഹരിത വിപ്ലവം നടപ്പിലാക്കി. ഇത് കണ്ട് ഇതിൻ്റെ റിസൾട്ടായിട്ട് എങ്ങനെ വന്നു, മുൻ വർഷങ്ങളെക്കാൾ 5 മടങ്ങോളം പ്രൊഡക്ഷനായിട്ട് കൂട്ടാൻ പറ്റി. കൂടാതെ ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്തിൽ കൈവരിച്ചു, നമ്മൾ ഫുഡ് പ്രൊഡക്ടിവിറ്റിയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഈ നേട്ടങ്ങൾക്ക് നേതൃപരമായിട്ട് പങ്കുവഹിച്ച അദ്ദേഹത്തെ നമ്മൾ പത്മശ്രീ കൊടുത്തും പത്മഭൂഷൺ കൊടുത്തും ഭാരതരത്നം കൊടുത്തും ആദരിച്ചു. ഭാരതരത്നം ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം 2023 സെപ്റ്റംബർ 28 അദ്ദേഹം ചെന്നൈയിൽ വെച്ച് അന്തരിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് അദ്ദേഹം ജനിച്ച വർഷവും ജനിച്ച സ്ഥലവും മരിച്ച വർഷവും കൊടുത്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് മാത്രം പോരാ, SCRTക്ക് അപ്പുറത്തേക്കുള്ള ഫാക്റ്റുകൾ കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇദ്ദേഹം വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. SCRTയിലുള്ള ഫാക്ട്സ് അങ്ങനെ തന്നെ പഠിച്ച് വെക്കാനും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇദ്ദേഹം ആരുമായിട്ട് സഹകരിച്ചിരുന്നു, നോർമൻ ഏണസ്റ്റ് ബോർലോഗുമായിട്ട് സഹകരിച്ചിരുന്നു. ഇദ്ദേഹം ആരാണെന്നാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിരുന്നു ആര്, നോർമൻ ബോർലോഗ് എന്നറിയപ്പെടുന്ന നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടിയെന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ മനസ്സിലാക്കുക, ഇദ്ദേഹം 1914 ജനിച്ചത്. 1914 ജനിച്ചത്, മാർച്ച് 25 അദ്ദേഹം അമേരിക്കയിലാണ് ജനിക്കുന്നത്. പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടി എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആദ്യം മാറേണ്ടത് പട്ടിണിയായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്ത ആക്ടിവിറ്റീസിനുള്ള റിവാർഡായിട്ട് 1970 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. 1970 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇതാണ് നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി. ഇന്ത്യയിൽ വന്ന ശേഷം അബ്ദുൽ കലാമുമായിട്ട് മീറ്റ് ചെയ്തിരുന്നു അദ്ദേഹം. ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഹരിത വിപ്ലവവും ഭക്ഷ്യധാന്യ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകളെ പറ്റിയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1968 ജൂലൈയിൽ ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ ഒരു പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ട് കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളെ ഔദ്യോഗികമായി രേഖപ്പെടുത്തി. അപ്പോൾ ഈ നടപ്പിലാക്കുന്ന കാലഘട്ടത്തിൽ 1968 തന്നെ എന്ത് ചെയ്തു, പല ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ആദ്യഘട്ട വിജയം കാണുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഗോതമ്പ് വിപ്ലവം എന്ന പേരിൽ ഒരു പ്രത്യേക തപാൽ സ്റ്റാമ്പ് തന്നെ പുറത്തിറക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവം ഉണ്ടാക്കിയ മാറ്റങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി ശ്രദ്ധിച്ചിരുന്നു. ഗോതമ്പ് ഉൽപ്പാദനത്തിലുണ്ടായ ഈ വിജയം പിന്നീട് അരിയുടെ കാര്യത്തിലും ആവർത്തിക്കപ്പെട്ടു. എങ്കിലും ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവ് ആനുപാതികമല്ല. ഇപ്പോൾ ഗോതമ്പിൽ ആദ്യം പ്രൊഡക്ടിവിറ്റി ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ ഇത് അരിയുടെ കാര്യത്തിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിലുണ്ടായ വർധനവ് ആനുപാതികമല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഗോതമ്പിന് വളരെയേറെ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നു, രണ്ടാം സ്ഥാനത്ത് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ എല്ലാ ക്രോപ്പുകൾക്കും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഈ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റിയ ക്രോപ്പുകൾക്കും തന്നെ എന്തായിരുന്നില്ല, ഇതൊരു ആനുപാതികമായിട്ടുള്ള രീതിയിലായിരുന്നില്ല തുറന്നു പോകുന്നിരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചത് ഉത്തർപ്രദേശും മധ്യപ്രദേശുമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കൈവരിച്ചത് ഉത്തർപ്രദേശാണ്, രണ്ടാമത് മധ്യപ്രദേശാണ്. ഉത്തർപ്രദേശും മധ്യപ്രദേശുമാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്തത്. 2015-16 കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പ്രകാരം 2015-16 കാലഘട്ടത്തിൽ ഇത് യഥാക്രമം 44.01 മില്യൺ ടണ്ണും 30.21 മില്യൺ ടണ്ണുമായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്നാമത് ഉത്തർപ്രദേശും മധ്യപ്രദേശുമായിരുന്നു ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചിരുന്നത്. കൂടാതെ അവരുടെ പ്രൊഡക്ടിവിറ്റി എത്രയാണെന്ന് പറയുകയാണ്, 44.01 മില്യൺ ടണ്ണും 30.21 മില്യൺ ടണ്ണുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. രാജ്യത്തെ ആകെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം 2015-16 252.22 മില്യൺ ടണ്ണായിരുന്നത് 2016-17 ആയപ്പോഴേക്കും 275.68 മില്യൺ ടണ്ണായിട്ട് ഉയർന്നിരുന്നു. അപ്പോൾ ഇത് പിന്നീടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്തൊരു ഡാറ്റ ആയതുകൊണ്ട് ഈ ഒരു ഡാറ്റ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹരിത വിപ്ലവത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പിന്നീട് എന്തിരുന്നു, നമ്മൾ തുടർന്ന് പോകുന്നിരുന്നു, പല പല മാറ്റങ്ങളോടുകൂടി നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് പോകുന്നിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക.
അപ്പോൾ ഈ ഒരു തുടക്കം മുതലുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുത്ത് ഉത്തർപ്രദേശും മധ്യപ്രദേശുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ 2015-16 കാലഘട്ടത്തിൽ ഇത് 44 മില്യൺ ടണ്ണായിരുന്നു ആർക്ക് ഉത്തർപ്രദേശിന്, എന്നാൽ മധ്യപ്രദേശിന് 30.21 മില്യൺ ടണ്ണായിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. രാജ്യത്തെ ആകെ ഭക്ഷ്യോൽപാദനം നോക്കുകയാണെങ്കിൽ 2015-16 കാലഘട്ടത്തിൽ നിന്നും 16-17 എത്തിയപ്പോഴത്തേക്ക് തന്നെ എന്തായിട്ട് മാറി, 252.22 മില്യൺ ടണ്ണിൽ നിന്നും 275.68 മില്യൺ ടണ്ണായിട്ട് ഉയർന്നിരുന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണ്, ഗോതമ്പിനെ പറ്റിയിട്ടും അരിയെ പറ്റിയിട്ടും. ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്ത രണ്ട് കാര്യങ്ങളാണ് ഗോതമ്പും ഈ പറയുന്ന അരിയും. ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ശക്തമായ അല്ലെങ്കിൽ ഗണ്യമായ മുന്നേറ്റം രേഖപ്പെടുത്തി. ഇത് യഥാക്രമം 26.87 മില്യൺ ടണ്ണും 17.69 മില്യൺ ടണ്ണുമായിരുന്നു. അപ്പോൾ ഗോതമ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ UPയും മധ്യപ്രദേശുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയത്. ഉത്തർപ്രദേശും മധ്യപ്രദേശും ഇവർ 26 മില്യൺ ടണ്ണും 17 മില്യൺ ടണ്ണും യഥാക്രമം ഉണ്ടാക്കി. കണക്കുകൾ ഓർത്തിരിക്കണമെന്നില്ല, പറയുന്ന സംസ്ഥാനങ്ങളുടെ പേര് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ നെല്ല് ഉൽപ്പാദനത്തിൽ പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശുമായിരുന്നു മുന്നിൽ. പശ്ചിമ ബംഗാളും ഉത്തർപ്രദേശുമാണ് ഏറ്റവും കൂടുതൽ നെല്ല് അല്ലെങ്കിൽ അരി ഉണ്ടാക്കിയെടുത്തത്. ഇത് 15.75 മില്യൺ ടണ്ണും 12.51 മില്യൺ ടണ്ണും ഉൽപ്പാദനമാണ് രേഖപ്പെടുത്തിയത്. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണെന്നുള്ള കാര്യം നമ്മൾ പൊതുവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡാറ്റകൾക്ക് ശേഷം ഈ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഇത് കൈവരിച്ചതെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായെന്നുള്ള കാര്യം നമ്മൾ പറയുകയാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് എന്ത് കൈവരിക്കുന്നത്, നമ്മളൊരു ബെഗിങ് ബൗളായിരുന്നു നമ്മൾ പറഞ്ഞു, നമ്മൾ കൈ നീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ പേരിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില പോളിസികൾ നടപ്പിലാക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. ഇത്തരത്തിലുള്ള പല കണ്ടീഷൻസും ഉണ്ടായി. നമുക്കൊരു സ്വയം പര്യാപ്തത വേണമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് മനസ്സിലാക്കുക. പ്രൊഡക്ടിവിറ്റി കൂടിയതുകൊണ്ട് ഗോതമ്പിൻ്റെ അരിയുടെയും വില മാർക്കറ്റിൽ കുറയ്ക്കാൻ സാധിച്ചു. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനം ഉണ്ടാക്കാൻ സാധിച്ചു. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറയ്ക്കാനായിട്ട് സാധിച്ചു. കാരണം ആവശ്യത്തിലധികം പ്രൊഡക്ടിവിറ്റി ഉണ്ട്. സാധനത്തിൻ്റെ സപ്ലൈ കുറയുമ്പോഴാണ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഉണ്ടാകുന്നത്. ഈ അരിയുടെയും ഗോതമ്പിൻ്റെയും കാര്യത്തിൽ ഈ പറഞ്ഞ പൂഴ്ത്തിവെപ്പ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഹരിത വിപ്ലവം നമ്മൾ ഇത്രയൊക്കെ നേട്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ഒരുപാട് പരിമിതികൾ നിറഞ്ഞതായിരുന്നു. പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറച്ചു. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഹരിത വിപ്ലവം നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പ്രൊഡക്ടിവിറ്റിയും ഗ്രോത്തൊക്കെ കൂട്ടാനായിട്ട് സാധിച്ചു. നമ്മുടെ ഈ പറയുന്ന ഡിപ്പെൻഡിങ് രാജ്യങ്ങളുടെ എണ്ണം കുറച്ച്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള കണ്ടീഷൻ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഉണ്ടാക്കിയ ക്രോപ്സ് എല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മൾ പറയുന്നതെങ്കിലും അതിനേക്കാൾ അധികം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ നമ്മൾ ഇതിൽ പറയുന്ന ഫാക്ടേഴ്സ്, രാസവളങ്ങളുടെ ഉപയോഗം. ഇപ്പോൾ ഇത് ഒരു ഡിവൈഡ് ക്രിയേറ്റ് ചെയ്തു. കാരണം ഇത് രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇതിന് വേണ്ട അത്ര പണം വേണം. അപ്പോൾ ഈ പണമുള്ള ആളുകളും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതുണ്ടാക്കാനായിട്ട് കാരണമായി. കാരണം അമിതമായിട്ടുള്ള രാസവളങ്ങൾ വേണമായിരുന്നു, ജലം അമിതമായിട്ട് വേണമായിരുന്നു. അമിതമായിട്ട് ജലം ഉപയോഗിക്കുമ്പോൾ ഭൂഗർഭജലത്തിൽ കുറവുണ്ടാവാനായിട്ട് ഇത് കാരണമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. കൂടാതെ ഇതൊരു പ്രത്യേക പ്രദേശങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. പ്രധാനമായിട്ട് പഞ്ചാബ് ഹരിയാന മേഖലകളിലൊക്കെ ഗോതമ്പ് ഉൽപ്പാദനം വർദ്ധിച്ചപ്പോൾ ബാക്കിയുള്ള ക്രോപ്സ് പ്രൊഡക്ടിവിറ്റി അവിടെ കുറയുകയും ചെയ്തു. ആ ഒരു പ്രദേശത്ത് ഉത്തർപ്രദേശ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് ഒരു മാത്രം, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ഒരു ചെറിയ ഏരിയയിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുങ്ങിപ്പോകാനായിട്ട് കാരണമായി. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് അധികം ഇത് എത്തിച്ചേർന്നിരുന്നില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡിവൈഡ് ഉണ്ടാക്കാൻ കാരണമായി. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഈ പ്രൊഡക്ടിവിറ്റി ഒതുങ്ങിപ്പോയി. മറ്റ് ക്രോപ്പുകളെ ഇത് റീപ്ലേസ് ചെയ്തു. ഉദാഹരണത്തിന് മില്ലറ്റ് പോലുള്ള ക്രോപ്പുകൾ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന നെല്ലിലേക്കും ഗോതമ്പിലേക്കും മാത്രമായിട്ട് ഒതുങ്ങാനായിട്ട് കാരണമായി. കൂടുതലായിട്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകളെല്ലാം തന്നെ ഈ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രാസവളങ്ങളുടെ അമിത ഉപയോഗം മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ പിന്നീട് വന്നു. രാസവളങ്ങൾ വാങ്ങാനുള്ള പണത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് റിപ്രക്കഷൻസ് ഇതിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ഇന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രീൻ റവല്യൂഷൻ അല്ല, നമ്മൾ എവർഗ്രീൻ റവല്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാക്റ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ ഇത് കറക്റ്റായിട്ട് ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഫാക്റ്റ് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പറയുന്ന SCERT ഫാക്റ്റുകൾ മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവർഗ്രീൻ റവല്യൂഷനിലാണ്. എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ പ്രാക്ടീസ് മാത്രമേ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഡിജിറ്റൽ ഈ പറയുന്ന നമ്മൾ ഡിവൈഡ് ഉണ്ടാക്കാമെന്നില്ല, അതായത് ഇക്കണോമിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യാതെ പരമാവധി നോക്കിക്കൊണ്ട് എല്ലാ ആളുകൾക്കും ആക്സസിബിലിറ്റിയോട് കൂടി എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ പ്രൊഡക്ടിവിറ്റി പരമാവധി കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് നമ്മൾ ഈ ടോപ്പിക് എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും SCERT ക്ലാസ് 7 ചാപ്റ്റർ 7 നിന്നും NCERT ക്ലാസ് 9 അതിലെ ചാപ്റ്റർ 4 നിന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ മേഖലയാണെങ്കിൽ പോലും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഏണസ്റ്റ് ബോർലോഗിനെ പറ്റിയിട്ടുള്ള ഫാക്റ്റുകൾ നോക്കി വയ്ക്കുക, MS സ്വാമിനാഥനെ പറ്റിയിട്ടുള്ള ഫാക്റ്റുകൾ നോക്കി വയ്ക്കുക, ഹരിത വിപ്ലവത്തിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കി വയ്ക്കുക. ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള കൂടുതൽ ഫാക്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, സഫീഷ്യൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. ഇത് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. SCERT ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിൽ ഡാറ്റ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.